ഞങ്ങളിന്നുള്ളത് തേങ്ങാപ്പട്ടണത്താണ്. അപ്പം നമ്മുടെ കേരള തമിഴ്നാട് ബോർഡർ വരുന്ന ഹാർബറാണ് തേങ്ങാപ്പട്ടണം എന്ന് പറയുന്നത്. നമ്മൾ ഒട്ടേറെ പേര് കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മുടെ പണ്ട് കാലത്ത് ഒരു പ്രധാന ഹാർബറായിരുന്നു തേങ്ങാപ്പട്ടണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങളുടെ കുറച്ച് റിലേറ്റീവ്സും കേടാറുണ്ട്. നമ്മൾ പോയത് ട്രാവൽ വ്ലോഗ് എടുക്കാനാണ്, പക്ഷേ ഇപ്പോൾ നമ്മൾ വന്നേക്കുന്നത് ട്രാവൽ വ്ലോഗായിട്ടല്ല, ഒരു കുക്കിംഗ് വ്ലോഗായിട്ടാണ്. അപ്പോൾ നമ്മളിത് ഈ തേങ്ങാപ്പട്ടണം ഹാർബറിന് കുറച്ച് മാറിയിട്ട് നമുക്ക് ഫിഷിങ്ങിനുള്ള സ്പേസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെയാണ് എന്നുള്ളത്. ഞങ്ങൾ ഒരു ഒട്ടും എക്സ്പെക്റ്റഡായിട്ട് ചെയ്തൊരു കാര്യമല്ല, വളരെ അൺഎക്സ്പെക്റ്റഡായിട്ട് നടന്ന സംഭവമാണ് നമ്മൾ പോയത്. തേങ്ങാപ്പട്ടണം നല്ല അടിപൊളി ഹാർബറാണ്. ഇതിൻ്റെ ട്രാവൽ വ്ലോഗ് വീഡിയോ നമ്മുടെ ചാനലിൽ ഉടനെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തൽക്കാലം കുക്കിംഗ് വ്ലോഗ് കാണുക. അപ്പോൾ നമ്മൾ കുറച്ച് ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ അന്ന് പോയത് സൺഡേ ആയതുകൊണ്ട് നമുക്ക് മീനൊന്നും മേടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളായിട്ട് തന്നെ സ്വന്തമായിട്ട് ഫിഷിങ് ചെയ്യാമെന്ന് വിചാരിച്ച് അതിൽ കിട്ടിയ സാധനമാണ് ഇത് ഈ കാണുന്ന സാധനം. ഇത് നമ്മൾ പല നാട്ടിലെ കക്ക, മുരിങ്ങ, ഏലക്ക എന്നൊക്കെ പറയും. അപ്പം ഇത് കുറേ പേർക്കൊക്കെ ഇഷ്ടമുള്ള സാധനമാണ് നമ്മുടെ ഈ സാധനം. അപ്പം ചിപ്പിയുണ്ട്. ഇത് നമുക്ക് ചിപ്പി കിട്ടില്ല, പക്ഷെ നമ്മൾ ഇതുകൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ കുറേ സാധനങ്ങൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ നമ്മൾ കുറച്ച് റിലേറ്റീവ്സിനെ കൊടുത്തു, ബാക്കി ഞങ്ങളും കൊണ്ടുവന്നു. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഏകദേശം ഇത്രയും ക്വാണ്ടിറ്റിയാണ് ഞങ്ങൾ കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ തന്നെ രാത്രിയായി. അപ്പോൾ നമ്മൾ അന്ന് തന്നെ ഇത് കുക്ക് ചെയ്യാനുള്ളൊരു പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേറെ ഒരു പ്രിപ്പറേഷന് സമയമില്ല, എല്ലാം കൊണ്ടുവന്ന് എന്നുള്ള പരിപാടിയായിരുന്നു. അപ്പം ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ വളരെ കുറച്ചേ കാണുള്ളൂ. അപ്പോൾ നമ്മൾ ഏകദേശം ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും വലിയ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ഇത് നല്ലതുപോലെ കഴുകുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യം ഒരു വെള്ളത്തിൽ കഴുകി, അപ്പോഴത്തേനും നല്ല ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് നമ്മൾ ഫ്രഷായിട്ട് ഒരു വെള്ളത്തിലും കൂടെ കഴുകുക. 3 വെള്ളം കഴുകുക. ഇപ്പോൾ ഇവിടെ 2 കാണിക്കുന്നുള്ളൂ, ബാക്കി സെയിം പ്രോസസ്സാണ്ട് ഞാനത് കാണിക്കുന്നില്ല. നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഇത് ആദ്യത്തെ വെള്ളത്തിന് ഇത്രയും കലങ്ങളും ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വെള്ളമാകുമ്പം കുറച്ചുകൂടെ ക്ലിയറാവും, മൂന്നാമത്തെ വെള്ളമാകുമ്പോൾ എക്സാക്റ്റ് ക്ലീനായി കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യമേ ഇത് കഴുകിയെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രോസസ്സ്. കഴുകിയെടുത്തിട്ട് നമ്മളിത് പുഴുങ്ങാൻ വെക്കുക. ഏതെങ്കിലും നമ്മൾ ഈ മൺകലത്തിലോ ഏതെങ്കിലും ഒരു കലത്തിൽ ഇത് പുഴുങ്ങാനായിട്ട് വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത്. അപ്പം ഇത് നല്ലതുപോലെ കഴുകിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റോക്കായിരിക്കും നമ്മൾ ചിലപ്പോൾ ഒഴിക്കേണ്ടത്. അല്ലെങ്കിൽ വേകുന്ന സമയത്ത് ഇതിൻ്റെ ജ്യൂസ് ഇറങ്ങിയിട്ട് ഈ കക്കയുടെ പുറത്തുള്ള അഴുക്കൊക്കെ നമ്മൾ പിന്നെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ഈ സാധനം ലൈവ് ജീവനുള്ള സാധനമാണ്. അതിൻ്റെ അകത്ത് കാലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നമ്മൾ ഈ കരിയമേരിയിലൊക്കെ പോകുമ്പം ഈ ഷെല്ല് വിൽക്കത്തില്ല, ആ സാധനമാണിത്. അപ്പോൾ നമ്മൾ എല്ലാ കക്കയും നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. വൃത്തിയായിട്ട് കഴുകിയെടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ജ്യൂസായിരിക്കും നമ്മൾ ആ മീറ്റിൽ പറ്റുന്നത്. അപ്പം അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ നല്ല ഫ്രഷായിട്ട് ക്ലീനായിട്ട് കഴുകിയെടുക്കുന്നത്. സോപ്പിട്ടൊന്നും കഴുകണ്ട, നല്ലോണം നമ്മൾ കൈയിട്ട് റബ്ബ് ചെയ്ത് കഴുകിയാൽ മതി. അപ്പോൾ നമ്മളിത് കഴുകിയിട്ട് ഒരു കലത്തിൽ നമ്മൾ പുഴുങ്ങാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മൺകലം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സ്റ്റീൽ കലത്തിലും വെക്കാം. അപ്പോൾ നമ്മൾ ഗ്യാസിൽ വെക്കുന്നതെങ്കിൽ അത്രയും കൺസംഷൻ കൂടും. വിറകടുപ്പുണ്ടെങ്കിൽ വെക്കാം. നിങ്ങൾക്ക് ഗ്യാസ് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുമെങ്കിൽ അങ്ങനെയും വെക്കാം. ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോഴത്തേന് നല്ലതുപോലെ വെന്തിട്ട് ഇത് തുറന്നു വരും. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റീമൊക്കെ വരുന്നുണ്ട്, നമുക്ക് അടച്ചു വെക്കാം. ഒരു 15-20 മിനിറ്റ് മതി നല്ല വെളുത്തുള്ളൂ. പക്ഷേ ഇതിനകത്ത് പ്രധാന കാര്യം വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിക്കാതെ വേണം പുഴുങ്ങാൻ വെക്കാനായിട്ട്. വെള്ളം ഒഴിച്ച് പുഴുങ്ങരുത്. ഇത് ജസ്റ്റ് കഴുകുക, അങ്ങനെ ഇടുക, കലത്തിലിട്ട് പുഴുങ്ങുക. അല്ലാണ്ട് വെള്ളം ഒഴിച്ച് പുഴുങ്ങരുത്. ഇതിനകത്ത് നിന്ന് തന്നെ വെള്ളം വരും. ഈ കാണുന്ന വെള്ളമൊന്നും നമ്മൾ വെള്ളം ഒഴിച്ച് പുഴുങ്ങിയതല്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ കപ്പയും പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. മറ്റേ സാധനം നമ്മൾ തുറന്നതിന് ശേഷം നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കപ്പയും ഇതുമാണ് കോമ്പിനേഷൻ. നിങ്ങൾക്ക് ചപ്പാത്തിയോ പൂരിയോ പൊറോട്ട എന്തുകൊണ്ട് കഴിക്കാം, പക്ഷേ നമ്മൾ കപ്പയായിരിക്കും ഒരു ഹൈലൈറ്റ് കോമ്പിനേഷൻ. അപ്പോൾ നമ്മുടെ കക്കയൊക്കെ ഇത് വെന്ത് തുറന്നിട്ടുണ്ട്. ചൂടായതിനെ കൊണ്ട് നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇച്ചിരി ഒരു പരന്ന മുറത്തിലോ അല്ലെങ്കിൽ ട്രെയിലോ എന്തെങ്കിലും നമ്മൾ തട്ടുക. അപ്പോഴത്തേനും ഇത് തണുത്ത് കിട്ടും. എന്നിട്ട് വേണം നമുക്ക് ഇതിൻ്റെ മീറ്റ് എടുക്കാനായിട്ട്. ഇത് തോട് ഇത്രയും ഉണ്ടെങ്കിലും ഇതിൻ്റെ മീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇത്രയും നിങ്ങൾക്ക് അങ്ങൾ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച്. ഞങ്ങൾ 3 ആളായതുകൊണ്ട് ഇത് തന്നെ നമുക്ക് ധാരാളം. അപ്പോൾ ഇതിൻ്റെ ഷെല്ലിൽ നിന്ന് നമ്മളിതിൻ്റെ മീറ്റ് എടുക്കുക. മീറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല അതിനകത്ത്, വളരെ കുഞ്ഞു സാധനമേ കാണത്തുള്ളൂ. അപ്പോൾ ഇതിനെ കുക്ക് ചെയ്ത് ഈ മീറ്റ് എടുത്ത് ക്ലീൻ ചെയ്യുന്നതിലാണ് നമ്മളിതിൻ്റെ ഏറ്റവും വലിയൊരു ലേബർ വരുന്നത്. ബാക്കി ഈസിയാണ്. ഇത് ഇത്രയാണ് അതിൻ്റെ മീറ്റ് വരുന്നത്. നമ്മളെ ഷെല്ല് കാണുമ്പോൾ വലുതായിട്ട് തോന്നുമെങ്കിലും ആ മീറ്റിനകത്ത് ഇത്രയാണ് ആ ഷെല്ലിനകത്തുള്ള മീറ്റ് എന്ന് പറയുന്നത്. ഇനി ചെയ്യേണ്ടത് ഈ മീറ്റ് ക്ലീൻ ചെയ്യുക. അതിൻ്റെ ആ മീറ്റിൻ്റെ നേരെ അടിഭാഗത്ത് ഇതേപോലൊരു സംഭവമുണ്ട്. ഒന്ന് പ്രസ് ചെയ്ത് പുറത്ത് അത് ആ മീറ്റിൻ്റെ വേസ്റ്റ്, ഇത് കക്കയുടെ വേസ്റ്റാണ്. അപ്പോൾ ഇത് ഓരോന്നിനകത്തും നമ്മൾ ഈ വേസ്റ്റ് എടുക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വെക്കുന്ന കറി ഒരു ഗുണമില്ലാണ്ടായിപ്പോൾ. നമ്മൾ ഈ എല്ലാത്തിനും ഈ വേസ്റ്റ് എടുത്ത് വെക്കണം. അതായത് മണലും ഇതിൻ്റെ വേസ്റ്റും ഉണ്ടായിട്ട് നമ്മൾ ചവക്കുമ്പോൾ വല്ലാത്തൊരു ഇറിറ്റേഷൻ വരും. അപ്പോൾ നമ്മൾ ഈ കംപ്ലീറ്റ് ആ കാണുന്ന മീറ്റിൽ നിന്ന് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വേസ്റ്റ്
നമ്മൾ എടുത്ത് കളയണം. ഇത് എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ബാക്കി കാണാം. അപ്പോൾ നമ്മൾ വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഇതിനെ കുക്ക് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. ഇപ്പോൾ തന്നെ രാത്രി ഏകദേശം 10:30 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിച്ചു, ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു. ഇതിനകത്ത് നമ്മൾ ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയാണ് നമ്മളെടുത്തേക്കുന്നത്. ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൊത്തി അരിഞ്ഞാണ്, ചതച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ഇത്ര അരിഞ്ഞെടുത്തിട്ട് അതിനകത്ത് ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ലപോലെ ഉപ്പ് മഞ്ഞൾപ്പൊടി അറിയില്ല എന്തിനാണെന്നറിയില്ല, പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം മല്ലിപ്പൊടി. അപ്പം മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് കരിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടി പെട്ടെന്ന് ആകാൻ വേണ്ടി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട്. മസാലയ്ക്ക് ടേസ്റ്റ് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ഈ മീറ്റ് 2-3 വെള്ളത്തിൽ കഴുകിയിട്ട് വേണം ഇടാനായിട്ട്. നമ്മൾ ക്ലീൻ ചെയ്താലും അതിൻ്റെ ചെറിയ പൊടി എന്തെങ്കിലും കാണും. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ കഴുകിയിട്ട് 1-2 വെള്ളത്തിൽ കൂടെ നല്ല ഫ്രഷായിട്ട് കഴുകിയിട്ട് വേണം നമ്മൾ മീറ്റ് ഇടാനായിട്ട്. അങ്ങനെ നമ്മൾ ആ മസാലപ്പൊടിയിൽ മീറ്റൊക്കെ ഇട്ടു. എന്നിട്ട് നമുക്ക് കുറച്ച് ഗരം മസാല, ഫ്രഷ്ലി പൊടിച്ച ഗരം മസാല കൂടെ നമുക്കിതിനകത്ത് ആഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഹൈലൈറ്റ് റെസിപ്പി അല്ല, ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ വരുന്നുണ്ട്, അത് നമുക്ക് വഴിയേ പറയാം. ഇതൊന്ന് മസാലയിൽ വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല, ചിക്കൻ മസാല ഓർ മീറ്റ് മസാല നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പം ഞാൻ ഇതിനകത്ത് രണ്ടിൻ്റെയും ഓരോ ടീസ്പൂൺ വെച്ച് മിക്സ് ചെയ്താണ് ആഡ് ചെയ്തേക്കുന്നത്. ലാസ്റ്റ് നമുക്ക് ലേശം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് ഒരു തക്കാളി, ചെറുതായിട്ട് അരിഞ്ഞ തക്കാളിയും കൂടെ നമുക്കിതിനകത്ത് ഇട്ട് കൊടുക്കണം. ഓൾറെഡി വെന്തത് കൊണ്ട് നമുക്ക് ഒരുപാട് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ലാസ്റ്റ് ഒരു തക്കാളിയും കൂടെ ഇട്ട് ലേശം ചൂടുവെള്ളം, കാരണം വെച്ചാൽ ഈ മസാലയ്ക്ക് ഒന്ന് മെൽറ്റായിട്ട് ആ മീറ്റിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ലേശം ചൂടുവെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊരു 5 മിനിറ്റ് അടച്ച് വയ്ക്കാം. അപ്പോഴത്തേനും ഇത് ഒന്ന് സെറ്റ്, അല്ലെങ്കിൽ തീരെ ഡ്രൈ ആയിപ്പോവും. നമുക്കൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ലേശം ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെച്ചാൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിന് എടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ശകലം കൂടെ ഡ്രൈ ആക്കി കഴിഞ്ഞാൽ പെർഫെക്റ്റ്. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം. ഇനി ഇതിനകത്ത് വേറെ ഒന്നുമില്ല. ഇത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് നോക്കണം, ഉപ്പുണ്ടോ എരിവുണ്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാം. കണ്ടോ, നല്ല അടിപൊളി കക്ക റോസ്റ്റ്. ഇത് തോരൻ വെക്കാം, കറി വെക്കാൻ പറ്റില്ല, റോസ്റ്റ് അല്ലെങ്കിൽ തോരൻ. ഏറ്റവും ലാസ്റ്റിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സാക്കി അടച്ച് വെക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ മുറിച്ച് വെച്ച കപ്പ വെന്തിട്ടുണ്ട്. കപ്പയെ നമ്മൾ ഇറക്കി വെച്ചു. ഇനി വേറൊന്നുമില്ല, ഇത് ഇവനെ ഒന്ന് ട്രൈ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ട്രൈ ചെയ്യാനൊന്നുമില്ല, സംഗതി അടിപൊളി ടേസ്റ്റാണ്. അപ്പം ട്രൈ ചെയ്യാനായിട്ട് നമുക്ക് ചിന്നിനെ വിളിച്ച് ചോദിച്ചേക്കാം എന്താണ് എൻ്റെ ഒരു ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് വിളിച്ച് ചോദിച്ചേക്കാം. അപ്പോൾ നമ്മൾ കപ്പ വിളമ്പിയിട്ടുണ്ട്, അതിൻ്റെ കൂടെ നമ്മുടെ കക്ക ഇറച്ചി ഇത്രയും വെച്ചിട്ടുണ്ട്. ഇതിപ്പം രാത്രി ഏകദേശം 11 മണി കഴിഞ്ഞു. അതാണ് എൻ്റെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനിയും കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും ഒരു ഉറക്കത്തിൻ്റെ ഒരു ഇതും കൂടെ ഉണ്ട്. എന്നാലും നമുക്ക് കൊതി കൊണ്ട് കഴിച്ചു നോക്കാം. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു തമ്പനിയിലെ ഫോട്ടോയും കൂടെ എടുക്കണം. അതും കൂടെ കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അതേ ഫോട്ടോ എടുത്തു. ഇനി നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ഞാൻ ആകെപ്പാടെ അതൊക്കെ ചിന്നു വന്നിട്ടുണ്ട്. കഴിച്ചിട്ട് നമുക്ക് ചിന്നുവിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ കക്ക ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇപ്പോൾ സമയം ഏകദേശം 11 മണി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത്രയും മെനക്കെട്ട് ഇത്രയും സമയം കാത്തിരുന്ന് ഞങ്ങൾ കഴിച്ചത് വെറുതെ ആയില്ല. ശരിക്കും പറയാം, ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞങ്ങൾ കപ്പയുടെ കൂടെയാണ് കഴിച്ചത്. വിചായൻ വളരെ നല്ല രീതിയിലാണ് അത് കുക്ക് ചെയ്തത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് സോ യമ്മി.